ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 22 മുതൽ 24 വരെ. മത്തായി 6-ന്റെ 22 മുതൽ 24 വരെ. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് ആകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്! 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാകുന്നു. വെളിച്ചമെന്നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വെളിച്ചം പുറത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. പുറത്തുള്ള വെളിച്ചത്തെ പിടിച്ചെടുക്കുന്ന വെളിച്ചം തിരുവചനമാണ്. അത് സ്വീകരിക്കാനുള്ള സ്ഥാനം നമ്മുടെ ഹൃദയമാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലൊക്കെ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നു. കണ്ണ് ചൊവ്വുള്ളതായിരുന്നാൽ ശരീരം മുഴുവനും പ്രകാശമുള്ളതായിരിക്കും. അവൻ്റെ പ്രകാശത്തിൽ നമ്മൾ പ്രകാശം കാണുന്നു. കണ്ണ് ദോഷമുള്ളതായിരിക്കുമ്പോൾ അവൻ അന്ധനാകും. വെളിച്ചമുള്ള ഒരുവൻ അതിൽ നിന്നും പിന്തിരിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന അന്ധകാരം വളരെ വലിയതായിരിക്കും എന്നതാണ് വാസ്തവം. നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ടിരിക്കുന്ന വിളക്കിൻ്റെ പ്രാധാന്യം, വിളക്ക് എപ്പോഴും കൊളുത്താനുള്ളതാണ്. കണ്ണാണ് വിളക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സാന്നിധ്യം പ്രകാശത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കണം എന്നതാണ്. ബിലയാമിൻ്റെ കാര്യം നോക്കുമ്പോൾ ബിലയാമിൻ്റെ വായിൽ ദൈവം വചനം കൊടുത്തു. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലാണ്. അവൻ ദൈവവചനം കേൾക്കുകയും വചനം കാണുകയും ചെയ്തു. അവൻ്റെ കണ്ണ് തുറന്നു. അത്യുന്നതനെക്കുറിച്ചുള്ള പരിജ്ഞാനം അവന് ലഭിച്ചു. എങ്കിലും അവൻ രക്ഷപ്പെട്ടില്ല. അവൻ പ്രശ്നക്കാരനെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ്. ഇന്ന് നമ്മുടെയൊക്കെ മധ്യത്തിൽ ബിലയാമിനെ പോലെയുള്ളവർ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മളും അതിൻ്റെ ഭാഗമാകാം. പരിശുദ്ധാത്മാവ് ഉദ്ഘോഷിക്കുന്ന പ്രകാരം സുവിശേഷ പ്രസംഗത്തിൽ അവർ സഹകാരികളാണ്. അവരും സ്വർഗീയ ദാനവും വചനവുമായ ക്രിസ്തുവിനെ ആസ്വദിക്കുന്നു. എങ്കിലും രണ്ടും തള്ളിക്കളയുന്നു. അതിശയങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മൾ അറിയുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അത് നിരസിക്കുകയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നിത്യജീവൻ പ്രാപിച്ചിട്ടുള്ളവർക്ക് അത് സാധ്യമല്ല. നിത്യജീവനെക്കുറിച്ചുള്ള വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ദൈവവചനം തള്ളിക്കളയാൻ കഴിയില്ല. ജീവൻ പ്രാപിക്കുമ്പോൾ വിശ്വാസിക്ക് വെളിച്ചം ലഭിക്കുന്നു. 24-ാം വാക്യത്തിൽ പറഞ്ഞത് വിരുദ്ധമായ യോജിപ്പ് പാടില്ല എന്നാണ്. ദൈവവും മാമോനും. ഈ ലോകത്തിന്റെ ധനത്തിന്റെയും നിക്ഷേപത്തിന്റെയും ദൈവമാണ് മാമോൻ. ഒരുവനെ പൂർണ്ണമായി അവകാശപ്പെടുന്നു. യാതൊരു രഞ്ജിപ്പിനും സാധ്യതയില്ല. ഈ ലോകത്തിന്റെ സ്നേഹിതൻ ദൈവത്തിന്റെ ശത്രുവാണെന്ന് യാക്കോബ് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇരുതോണിയിൽ കാലുവയ്ക്കുന്ന ഏർപ്പാട് ദൈവം വെറുക്കുന്നു. ഏലിയാവ് ജനത്തെ ദൈവത്തിങ്കിലേക്ക് ആഹ്വാനം ചെയ്തു. യോശുവ ഇസ്രായേലിനോട് ആരെ സേവിക്കുമെന്ന് തെരഞ്ഞെടുക്കാൻ നിർദ്ദേശിച്ചു. സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കാനും പാറിപ്പോകുന്ന ലൗകിക സ്ഥാനമാനങ്ങളിലും സ്വത്തിലും ഒന്നുമല്ല, ദൈവത്തിൻ്റെ നിത്യധനത്തിലും വാഗ്ദത്തങ്ങളിലും ആശ്രയിക്കാൻ നമുക്ക് ഇടയാകണം.
കർത്താവ് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു, 2 തോണിയിൽ കാല് വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ യജമാനൻ നമ്മുടെ രക്ഷിതാവായ കർത്താവാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കാം. മറ്റുള്ളതിനോടൊക്കെ ഇടകലർന്ന് അവിടെയും ഇവിടെയുമൊക്കെ തല കാണിക്കുന്ന സ്വഭാവം നമുക്ക് ഉപേക്ഷിക്കാം. കർത്താവിനെ പൂർണ്ണമായും സ്വീകരിച്ച് പിൻപറ്റാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിലും കൃപയിലും അടിയങ്ങൾ ആശ്രയിക്കുന്നു. കൈവിടാതെ കാക്കണമേ. ഞങ്ങളുടെ കണ്ണ് വിളക്കായിരിക്കാൻ കർത്താവെ, മറ്റുള്ളവർക്ക് വെളിച്ചത്തിൻ്റെ സാന്നിധ്യമായിരിക്കാനൊക്കെ ഇടയാക്കുകയും ചെയ്യണമേ. യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയും ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.